ഗൈസ് ഇപ്പം നമ്മൾ ഇന്നലെ ഫെസ്റ്റ് ഷോ 6:45 ഷോ തൃശ്ശൂർ രാഗത്തിനാണ്. സുമതി വളവ് മൂവി കാണുന്നത്. കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം ഇന്നലെയാണ് പടം കാണാൻ പറ്റിയത്. മന്ദൻ്റെ ആയിരുന്നു റീസൺ. ഇന്നലെ പടം കാണുന്ന സമയത്ത് ഈ പടത്തിനെ കുറിച്ച് കുറേ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിരുന്നു. കുറേ റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. ഇന്നലെ കാണുന്ന സമയത്ത് പടം ഹൗസ്ഫുൾ ആയിരുന്നു. ഫുൾ ഫാമിലി ആയിരുന്നു കേട്ടോ. ഇന്നലെ എൻ്റെ കാസ്റ്റിംഗ് ഗ്രൂ ഒക്കെ നല്ല പടം കഴിഞ്ഞതിന് ശേഷം വന്നിരുന്നു. അപ്പോൾ ഞാൻ വലിയ എക്സ്പെക്ടേഷനിലൊന്നുമല്ല പടത്തിന് പോയത്. പക്ഷേ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമുണ്ട്. ഇനി പെട്ടെന്ന് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല കൊല്ലം കുറച്ച് പിറകോട്ട് പോകണം. വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജ് നായകനായിട്ട് വന്നിട്ട് വിനയനാണ് പടം സംവിധാനം ചെയ്യുന്നത് തോന്നുന്നു. അതിലെ നായികയും ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പ്രേതപ്പടമാണ് ആ പടത്തിൽ. ആ പടം ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വിളിച്ചിട്ട് പടം കണ്ടിട്ട് പറഞ്ഞു ഇവിടെ കയറേണ്ടതാണ്. ഞാൻ കയറിയില്ല. പടത്തിന് കയറി. പിന്നെ ഞാൻ പടം കാണാൻ ഒരു 10-40 ദിവസം കേട്ടോ. അന്ന് പടം 100 ദിവസം കളിക്കുന്ന സമയമാണ്. എൻ്റെ അറിവിൽ ഈ പടം ഏകദേശം 100 ദിവസത്തിനടുത്ത് കളിച്ചിട്ടുണ്ട്. കൈരളി ശ്രീയിലായിരുന്നു പടം. പിന്നെ ഞാൻ കാണുന്നത് ഫാമിലി ആയിട്ട് ഒരു 50 ദിവസത്തിന് ശേഷം ഈ പടം കളിക്കുന്ന സമയത്ത് ഫുൾ ഫാമിലി പടം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നല്ല പടം കാണാൻ പോകുന്നത്. പടം വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ നമ്മളെ 2 മണിക്കൂർ 20 മിനിറ്റ് പടം എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം വെറുപ്പിക്കുന്നുണ്ട്. ക്ലീഷ ഭാഗങ്ങളുണ്ട്, കണ്ടുമടുത്ത സംഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നാട്ടിൻപുറത്ത് കുറേ കാരിക്കൾച്ചർ ക്യാരക്ടർ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ കൂടി പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞൊരു വളവ്, അവിടെ സംഭവിക്കുന്ന കുറേ മരണങ്ങൾ, കാര്യങ്ങൾ, ഒരു ഇൻസിഡൻറ്റ്, അത് ചൊല്ലിയിട്ട് നാട്ടിൽ നേരിടേണ്ടി വരുന്ന യുവാവ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ക്യാരക്ടേഴ്സ്, 2 ടീം, കാമുകൻ കാമുകി, ഇതൊക്കെ നമ്മൾ കണ്ടുമട സംഭവമാണ്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചിരിച്ചു. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞ വളവിൽ പ്രേതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ പടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആ സമയത്ത് പോകുന്ന BGM കാര്യങ്ങൾ നൈസാണ്. പിന്നെ ഈ പടത്തിൽ മക്കൾ മഹാത്മ്യം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ്. സുരേഷ് ഗോപിയുടെ മകൻ, ഹരിശ്രീ അശോകൻ്റെ മകൻ, മുകേഷിൻ്റെ മകൻ, പിന്നെ ഭരതൻ്റെ മകൻ, അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഒരു കുന്നാൾക്കാരുണ്ട്. അഭിലാഷ് പിള്ള അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കാസ്റ്റിംഗാണ് ഈ പടത്തിലുള്ളത്. പടം എനിക്കൊരു വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. വിഷ്ണു ശശിശങ്കറാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ളത്. അഭിലാഷ് പിള്ളയാണ് റൈറ്ററായിട്ട് വരുന്നത്. മാളികപ്പുറം ടീം. പിന്നെ ഈ പടത്തിൻ്റെ ലൊക്കേഷൻ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഒക്കെ രസമാണ്. പിന്നെ ഈ സുമതി വളവിലെ സുമതിയുടെ അവിടെ പോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ ഉണ്ട്. ഈ പ്രേതങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തുള്ളത്. ലൊക്കേഷൻസ് ഒക്കെ കിട്ടുകയാണ്, സെറ്റ് ഇട്ടുള്ളതാണ്. എന്നാലൊക്കെ രസമായിട്ടുണ്ട്. അപ്പോൾ ഈ സുമതി വളവ് തിരിഞ്ഞ് 8 മണിക്ക് ശേഷം ആരും പോവില്ല. പോയി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അത് വളരെ മോശമില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊരു റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ക്ലൈമാക്സിൽ. കുറേ ക്ലീഷ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ക്ലൈമാക്സ് കാണുമ്പോൾ ഒരു സംഭവമുണ്ട്. അത് ഞാൻ പറയുന്നില്ല. വലിയൊരു സ്പോയിലർ കണ്ടന്റ് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിലെ കാസ്റ്റിംഗ്, ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇത്രയധികം കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പടം ഇതായിരിക്കുന്നതാണ്. പടുത്ത് അത്രയധികം കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. സൈജു കുറുപ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റോളിലാണ് ഇപ്പോൾ പടത്തിൽ വരുന്നത്. ആൾ ഈ പടത്തിലൊരു സംഭവമാണ്. സൈലൻ്റായിട്ട് വന്നു പോയിട്ട് പറയാം പല ശ്രീജിത്ത് രവി അവിടുത്തെ വലിയൊരു തറവാട്ടിലെ കാരണവരുടെ മകനാണ്. അതും വലിയൊരു രസമായിട്ട് അത്യാവശ്യം പോകുന്നു. എനിക്ക് ചെറിയ റോളുള്ളൂ, പക്ഷേ വെറുപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. അതിൽ കോട്ടയം രമേശ് സ്ഥലത്തെ ഒരു മെയിൻ ആളാണ്. കാര്യങ്ങളൊക്കെ നോക്കുന്ന, ജാതകമൊക്കെ നോക്കുന്ന ഒരാൾ. അഖില ഭാർഗവൻ, അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ, മനോജ് KG. സിദ്ധാർത്ഥ് ഭരതൻ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി പെർഫോമൻസാണ്. മനോജ് KG എല്ലാ പടങ്ങളിലും കാണുന്ന പോലെ തന്നെ ഒരു അച്ഛൻ മകൻ. ഇവരെ വേറൊരു പടത്തിലും പ്രണയവിലാസിൽ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെയല്ല ഇതിലും കുറച്ച് ക്ലോസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഇതൊക്കെ അത്യാവശ്യം റോളുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ സത്യം പറഞ്ഞ ഈ പടത്തിൽ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് സമയങ്ങളുള്ളൂ. കറക്റ്റ് ചെറുപ്പത്തിലെ സുരേഷ് ഗോപി എങ്ങനെയാണ് ആ രീതിയിൽ ആൾ ചെയ്യുന്നുണ്ട്. ആൾക്ക് അധികമൊന്നും ചെയ്യാനില്ല. ചെയ്യാനുള്ള സംഭവങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോപിക അനിൽ, ബാലു വർഗീസ്, ആൾ ആസ് യൂഷ്വൽ എല്ലാ പടങ്ങളിലും പോലെ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരായിട്ട് ഫുൾ ടൈം അർജുൻ അശോകൻ്റെ ഒപ്പമുള്ള ക്യാരക്ടറുടെ കാസ്റ്റ് CD കട നടത്തും കാര്യങ്ങൾ. ഇവർ കൂട്ടുകാരാണ്, തിക് ഫ്രണ്ട്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് പോകുന്ന നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അവരായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ദേവനന്ദ നമുക്കറിയാം, മാളികപ്പുറത്തിൽ തകർത്ത വെച്ച്. പിന്നെ പയ്യൻ അവൻ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ദേവനന്ദയുടെ തമ്മിൽ കുറേ നല്ല സീനുകളൊക്കെ ഉണ്ട്. അതിന് പടത്തിൽ കുറേ നല്ല സീനുകളൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷെ അത് കൂട്ടിമുട്ടി പോകുന്നില്ല ചില ഏരിയകളൊന്നും. പക്ഷേ ഈ പടത്തൊരു 10 മിനിറ്റ് ഇപ്പോൾ കഴിയും, 15-20 മിനിറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഒരു സുമതി വളവിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും പടം കുറച്ച് ഹൈ ആയിട്ട് പോകും, വീണ്ടും ലോയിലേക്ക് പോകും. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് ഒരു വിധം അവസാനിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. ഒരു വിധം മോശമില്ലാത്ത രീതിയിൽ ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പടം അത്യാവശ്യം കളിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെയൊക്കെ ഹൗസ്ഫുൾ നടന്നു. കാരണം ഫാമിലി കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പടങ്ങൾ പ്രത്യേക ഫാൻസ് ഉണ്ട് ഫാമിലിക്ക്.
അപ്പോൾ ഫാമിലി കയറുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഫുള്ളായിരുന്നു പടം, തൃശ്ശൂർ രാഗത്തിൽ ഫുള്ളാണ്. പിന്നെ വേറെ തിയേറ്ററുകളുണ്ട്, രാംദാസ് ശോഭയിലൊക്കെ കളിക്കും, ഗാനത്തിലുണ്ട്, കുറേ തിയേറ്ററിൽ പടം കളിക്കും, ഫണ്ണിലുണ്ട്, ഇനോക്സിലുണ്ട്. അപ്പോൾ ഫുള്ളായിരുന്നു. അപ്പോൾ ഈ പടം വിജയിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ബോറടിക്കാണ്ട് ഫാമിലി കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഹൊറർ മൂവി വന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും പടം വിജയിക്കട്ടെ. എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് അബവ് എക്സ്പീരിയൻസ്. എനിക്ക് കൊടുത്ത പൈസയ്ക്കുള്ള വെർത്ത് ഫീൽ ചെയ്തു, മോശമൊന്നും ഞാൻ പറയുന്നില്ല. പടം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ആ ഒരു മൂഡിൽ. പിന്നെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ വൈബ് പിടിച്ചിരുന്നു കൊണ്ടായിരിക്കും എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് പടം ഫീൽ ചെയ്ത്. എനിക്ക് കൊടുത്ത പൈസയ്ക്കുള്ള മുതൽ കിട്ടി എന്നൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടി. സോ ഇതിൽ ഓൾ ദി ബെസ്റ്റ്, ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ.